ദ വിഡ്ത്ത് ഓഫ് എ പാത്ത് അറൌണ്ട് എ സ്ക്വയർ ഫീൽഡ് ഈസ് 3.5 മീറ്റർ. മക്കളെ ഒരു പാത്ത് ഉണ്ട്, ഒരു സ്ക്വയർ ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പാത്ത് ഉണ്ട്. ഓക്കെ, ആ പാത്തിന്റെ എന്ത് തന്നിട്ടുണ്ട്? വിഡ്ത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്താണ് വരയ്ക്കുന്നത്, സ്ക്വയർ ഫീൽഡ് ആണ് പച്ച മഷിക്ക് വരച്ചേക്കുന്നത്. അതിന്റെ പുറത്തൊരു പാത്തുണ്ട്, ആ പാത്തിന്റെ വിഡ്ത്താണ്, ഈ വീതിയാണ് തന്നിരിക്കുന്നത്. എത്ര? 3.5. ശരിയാണോ? ഇനി ഞാൻ ആ സ്ക്വയർ ഫീൽഡിന്റെ ലെങ്ത് എൽ എന്നും ബ്രെഡ്ത്ത് ബി എന്നും എടുക്കാം. ഓക്കെ അല്ലേ? ഇനി അവർ തന്നിരിക്കുന്നത് മറ്റൊരു കാര്യം, ഈ പാത്തിന്റെ ഏരിയ 105 മീറ്റർ സ്ക്വയർ മീറ്റർ ആണ്, മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട് പാത്തിന്റെ ഏരിയ. എന്നിട്ട് ചോദിച്ചേക്കുന്നത് വാട്ട് വിൽ ബി ദ കോസ്റ്റ് ഓഫ് ഫെൻസിങ് ദ ഫീൽഡ് അറ്റ് ദ റേറ്റ് ഓഫ് ₹80 per meter. ഒരു മീറ്ററിന് 80 രൂപ നിരക്കിൽ ഈ സ്ക്വയർ ഫീൽഡിൽ ഇതാണ് ചുറ്റും വേലി കെട്ടാൻ എത്ര രൂപ ചിലവാകും? അപ്പോൾ തന്നിരിക്കുന്നത് ഒരു സ്ക്വയർ ഫീൽഡ് ഉണ്ട്, ഇതാണ് ആ സ്ക്വയർ ഫീൽഡ് അല്ലേ? ഇതിന്റെ ലെങ്ത് എൽ എന്നും ബ്രെഡ്ത്ത് ബി എന്നും എടുത്തു. ഇതിന് ചുറ്റും ഒരു പാതയുണ്ട്, ആ പാതയുടെ വിസ്തീർണ്ണം 105 ആണ്, ആ പാതയുടെ വീതി 3.5 മീറ്റർ ആണ്. ഇനി സ്ക്വയർ ഫീൽഡിന് ചുറ്റും വേലി കെട്ടാൻ ഒരു മീറ്ററിന് 80 രൂപ നിരക്കിൽ എന്ത് ചിലവാകും? ഓക്കെ മക്കളെ, നമ്മൾ ഇത്തരം ചോദ്യങ്ങളിൽ സാധാരണ ഈ നടപ്പാതയുടെ വിസ്തീർണ്ണം കാണാൻ ചോദിക്കാറുണ്ട്. അളവുകൾ തന്നിട്ട് നടപ്പാതയുടെ വിസ്തീർണ്ണം എത്ര, ഈ നടപ്പാതയുടെ വിസ്തീർണ്ണം എത്ര എന്ന് ചോദിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഈ നീളവും വീതിയും കൂടെ കൂട്ടും, അതിന്റെ കൂടെ നടപ്പാതയുടെ ഇരട്ടി കൂട്ടും, അതിനെ നടപ്പാതയുടെ ഇരട്ടി കൊണ്ട് ഗുണിക്കും. അപ്പോൾ കിട്ടുന്നതാണ് ഈ നടപ്പാതയുടെ ഏരിയ 105. കണ്ടോ? ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഒന്ന് ഓർത്ത് വെച്ച് ഒന്നുകൂടെ പറയട്ടെ ഞാൻ. അതായത് ഞാൻ പറഞ്ഞതാണ്, ഒരു സ്ക്വയർ ഫീൽഡിന്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അതിന് ചുറ്റും നടപ്പാതയുടെ വീതിയും തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ നടപ്പാതയുടെ വിസ്തീർണ്ണം കാണാൻ ചോദിച്ചാൽ ഇക്വേഷൻ അല്ലെങ്കിൽ എളുപ്പമാർഗ്ഗം, നടപ്പാതയുടെ വിസ്തീർണ്ണം കാണാൻ എളുപ്പമാർഗ്ഗം നീളവും വീതിയും കൂടെ കൂട്ടുക, അതിൻ്റെ കൂടെ നടപ്പാതയുടെ ഇരട്ടി കൂട്ടുക, നീളവും വീതിയും കൂടെ കൂട്ടുക, അതിൻ്റെ കൂടെ നടപ്പാതയുടെ ഇരട്ടി കൂട്ടുക, ഇതിനെല്ലാം കൂടെ നടപ്പാതയുടെ ഇരട്ടി കൊണ്ട് ഗുണിക്കുക. അപ്പോൾ കിട്ടുന്നതായിരിക്കും നടപ്പാതയുടെ വിസ്തീർണ്ണം. ഇത് നടപ്പാതയുടെ വിസ്തീർണ്ണം കാണാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്, ഷോർട്ട് മെത്തേഡാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിന്റെ ഉത്തരം ഓൾറെഡി തന്നിട്ടുണ്ട് 105. ഇത് സോൾവ് ചെയ്താൽ എല്ലും ബിയും തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണെന്ന് കിട്ടുമല്ലോ. ഈ 7 ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കാനാവും ആണോ? അപ്പോൾ L + B + 7 = 105/7 നമുക്ക് 15 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അതിന് L + B = 7 അങ്ങോട്ട് പോകും, 15 - 7 8 എന്ന് കിട്ടും. L + B 8 ആണ് കിട്ടി. ഇനി നമുക്കറിയാം ഇതിന്റെ ചുറ്റളവ് കാണണമല്ലോ മക്കളെ. ഓക്കെ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 × L + B അല്ലേ? ഇനി അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്ക്വയർ ഫീൽഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്ക്വയർ ഫീൽഡ് ആണെങ്കിൽ എല്ലും ബിയും 4 4 ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ 4 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 2 × L + B. സ്ക്വയർ ഫീൽഡ് എന്ന് പറയുമ്പോൾ റെക്ടാങ്കിൾ വീതിയിൽ എടുത്തോ, നീളവും വീതിയും തുല്യമായത് എന്ന് വേണമെങ്കിൽ അർത്ഥത്തിൽ പറയാം. അല്ലെങ്കിൽ ഇത്ര ഓർത്താൽ മതി, സ്ക്വയർ ഫീൽഡ് സമചതുരാകൃതിയിലുള്ള. അപ്പോൾ L + B 8 ആണെങ്കിൽ എല്ലും 4 ആണ്, ബിയും 4 ആണ് അല്ലേ? അപ്പോൾ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 4a അല്ലേ മക്കളെ? 4 × 4 16 കിട്ടും അല്ലേ? ചുറ്റളവ് 16 ആണ്. ഇനി ഒരു 16 മീറ്റർ ആണ്, ഒരു മീറ്ററിന് 80 രൂപ. അപ്പോൾ 16 മീറ്ററിന് എത്രയാണെന്ന് അറിയാം? 16 × 80 അല്ലേ ചെയ്യേണ്ടേ? ആണോ? സോ 1280 അല്ലേ നമുക്ക് ഉത്തരം കിട്ടുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. ഇവിടെ സ്ക്വയർ ഫീൽഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വശങ്ങൾക്ക് തുല്യ നീളമാണ്, ഞാൻ L B എന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ രണ്ടും തുല്യ നീളം എന്നുള്ള രീതിക്ക് എടുത്താൽ മതി, L B തുല്യമാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഈ കണക്ക്. ചോദ്യം ഇങ്ങനെയല്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ അളവുകൾ, അതായത് ഈ സ്ക്വയർ ഫീൽഡിന്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. ഓക്കെ, നടപ്പാതയുടെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. എന്നിട്ട് നടപ്പാതയുടെ വിസ്തീർണ്ണം കാണാനായിരുന്നു ചോദ്യമെങ്കിൽ എളുപ്പമാർഗ്ഗം നീളവും വീതിയും കൂടെ കൂട്ടുക, നടപ്പാതയുടെ ഇരട്ടി കൂട്ടുക. അത്രയും ചെയ്ത് കിട്ടുന്നതിന് നടപ്പാതയുടെ ഇരട്ടി കൊണ്ട് ഗുണിക്കുക. അപ്പോൾ കിട്ടുന്നതായിരിക്കും നടപ്പാതയുടെ വിസ്തീർണ്ണം. അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ അത് 105 ആണ്. അതിൽ നിന്ന് L + B 8 കിട്ടി. ഇത് സ്ക്വയർ ഫീൽഡ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലും ബിയും തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ 4 4 അല്ലേ? അപ്പോൾ ചുറ്റളവ് കാണാൻ 4a അല്ലേ സ്ക്വയറിന്റെ ചുറ്റളവ്? അപ്പോൾ 4 × a, എല്ലും ബിയും തുല്യമാണ്, അത് എടുത്തു. ഓക്കെ, അപ്പോൾ 16 മീറ്റർ കിട്ടും. ഞാൻ അല്ലെങ്കിൽ 2 × L + B ആണ് ചുറ്റളവ്, ചതുരമാണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 16 കിട്ടും. അങ്ങനെയാണ് 16 കിട്ടും. അപ്പോൾ 16 മീറ്റർ ആണ് ചുറ്റളവ്. ഒരു മീറ്ററിന് 80 രൂപ. 16 മീറ്ററിന് 16 × 80 കിട്ടും. ആൻസർ 1280 എന്നാണ് കിട്ടുന്നത് അല്ലേ? 16 × 80 1280 1280 ആണ് കിട്ടുന്നത്. ഓപ്ഷൻ നമ്മുടെ കറക്റ്റ് ഏതാ മക്കളെ? ഓപ്ഷൻ